വെള്ളത്തിൽ കിടന്ന നശിച്ചു പോവാത്ത ഒരു തടി നിങ്ങൾ നോക്കിയേ. ഞാനിവിടെ നിന്നാൽ തന്നെ ഇത്രയും ഉണ്ട്. ഇത് കാണാൻ തന്നെ മരങ്ങളുടെ രാജാവ്, നമ്മുടെ നാടൻ വീട്ടി. നിങ്ങളൊരു 50 മില്ല് അന്വേഷിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒന്നും കിട്ടാത്ത ഒരു തടി. കട്ടില ജെല്ലും കൂടി നിങ്ങൾ ഇവിടെ ചെയ്യുന്നു. തീർച്ചയായും അതിന് വേണ്ട ഷട്ടേഴ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മഞ്ഞക്കടമ്പ് മരത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയും മരങ്ങളുണ്ട്. അടുത്ത നമ്മൾ ഇതാ കറവേങ്ങയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ക്രെയിനിൽ കൊണ്ടുവരുന്ന ഈ ഒരു അത്യാവശ്യം വലിയൊരു സൈസിലുള്ള തടി നിങ്ങൾ കണ്ടോ? പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈർന്നെടുക്കാനുള്ള ഒരു സമയമാണ്. ഒരു താമസവും ഇല്ല. കസ്റ്റമർ രാവിലെ ഇവിടെ വന്നാല് അന്ന് തന്നെ അവരുടെ സൈറ്റിൽ ഡെലിവറി ഞങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കും. തേക്കിന്റെ ലോകം അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. FG റോഡിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ വായാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ് PMJ വുഡ്സിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. തടികളുടെ ഒരു ലോകം എന്ന് നമുക്ക് പറയേണ്ടി വരും PMJ വുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ തടികളായിക്കോട്ടെ, അല്ല നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള എവിടെയുള്ള നിങ്ങൾ അന്വേഷിക്കുന്ന തടികൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് PMJ വുഡ്സ്. എന്തൊക്കെയാണ് PMJ വുഡ്സിന്റെ വിശേഷങ്ങൾ കാണണ്ടേ, നമുക്ക് അറിയണ്ടേ? നമ്മൾ ആദ്യം കാണുന്നത് നിങ്ങൾ ഈ കണ്ടോ, ഏറ്റവും റയറായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചാൽ കിട്ടാത്ത ഒരു തടിയാണ് വെള്ള അകിൽ എന്ന് പറയുന്ന ഈ ഒരു തടി. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് നമ്മുടെ ഇന്റീരിയർ പോലത്തെ വർക്കുകൾ ഉണ്ടല്ലോ, അതിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തടി തന്നെയാണ് ഈ വെള്ളകിൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഈർന്നെടുക്കുന്ന സമയത്തുള്ള ഒരു സ്മെല്ല് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തടിയാണിത്. നിങ്ങളൊരു 50 മില്ല് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടാത്ത ഒരു തടി. അടുത്തൊരു സെക്ഷൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇത് കണ്ടോ എത്രമാത്രം തടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇരുമ്പ് കുന്നി വാകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ഈ കാണുന്ന ഇത്രയും വലിയ രീതിയിലുള്ള നിൽക്കുന്ന ഈ ഒരു തടികൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇന്റീരിയർ വർക്കുകൾ ചെയ്യാൻ, അതേപോലെ സ്റ്റെയർ കേസിന്റെ വർക്ക്, ഡോറുകൾ, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തടിയാണ് ഇരുമ്പൂന്നി വാക എന്ന് പറയുന്നത്. ഇത് ഈർന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വീട്ടിയുടെ ഒരു ഷെയ്ഡ്, ഒരു കളറായിരിക്കും കേട്ടോ. ഒരു ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഈ മരം ഈർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത നമ്മൾ ഇതാ കറവേങ്ങയിലേക്ക് വന്നിരിക്കുകയാണ്. കറവേങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അത്യാവശ്യം നമുക്കൊരു ഓയിൽ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ നമ്മളെ കട്ടില, ജനല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തടി തന്നെയാണ് കറവേങ്ങ എന്ന് പറയുന്നത്. ഇതിന്റെയും അത്യാവശ്യം വലിയൊരു ലോട്ട് തന്നെ നമുക്കിവിടെ PMJയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തേക്കിനെ കുറിച്ചിട്ട്. ഇതാ തേക്കിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ നാടൻ തേക്കല്ല, ഫോറിൻ തേക്കാണ് കേട്ടോ. ഫോറിൻ തേക്കൊക്കെ കാണുന്നത് വളരെ ചുരുക്കമാണ്. ഇതിന്റെ ഈ കാണുന്ന വണ്ണം മാത്രമല്ല കേട്ടോ, ഇതിന്റെ നീളം നിങ്ങൾ നോക്കിയേ, എത്രമാത്രം നീളത്തിലാണ് ഈ ഒരു തടി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഉരുപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ കാണുന്ന ഉരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാനിവിടെ നിന്നാൽ തന്നെ ഇത്രയും ഉണ്ട്. ഇത് കാണാൻ തന്നെ ഇത്രയുള്ള ഒരു ഉരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉരുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു തടി എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ കട്ടില, ജനല്, ഇതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഈർന്നെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്കൊരു അത്യാവശ്യം കാണാൻ ഒരു തേക്കിന്റെ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഇത് ഈർന്നാൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് വർക്ക് തീർക്കാൻ പറ്റുന്നതാണ് ഈ ഉരുപ്പ്. ഈ സൈസാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചത്. വെള്ളത്തിൽ കിടന്ന നശിച്ചു പോവാത്ത ഒരു തടി നിങ്ങൾ നോക്കിയേ. ഇതും അത്യാവശ്യം നല്ല വണ്ണത്തിലും നല്ല നീളത്തിലുമാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് പ്രോജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു തടിയാണ് നിങ്ങൾ ഈ കാണുന്ന ആഞ്ഞിലി പ്ലാവ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മളെ തോണി, ബോട്ട്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും കട്ടില, ജനല്, ഇതേപോലുള്ള എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന ഒരു ഗംഭീരമായ ഒരു അടിപൊളി തടിയാണ് ആഞ്ഞിലി പ്ലാവ്. ഇതിന്റെയും വലിയൊരു ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലാവ് കണ്ടില്ലല്ലോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം നല്ല സൈസിലും നല്ല ക്ലീൻ ആയിട്ടും കിടക്കുന്ന പ്ലാവ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. തേക്കിന്റെ ലോകം അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേക്കെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തേക്ക്, ആ ഒരു സൈസിൽ കിട്ടുന്ന തേക്കുകളാണ്. അത് നമുക്ക് നീളം നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യം നല്ല നീളത്തിലാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ സൈസും നല്ല സൈസ്, ചെറിയ സൈസ് വേണം, അതുകൊണ്ട് വലിയ സൈസ് വേണമെങ്കിൽ അതൊക്കെ അടങ്ങിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു തേക്കിന്റെ ഒരു ലോട്ട് കാണുന്നത്. നമ്മുടെ സർക്കാർ ഡിപ്പോയിൽ കിട്ടുന്ന ഫോറസ്റ്റ് ഇരുള്, അതിന്റെയും ഈ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം വലിയൊരു ലോട്ടുകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഫോറസ്റ്റ് ഇരുളിന്റെ കളറ് നമുക്കറിയാലോ ഏത് രീതിയിലുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറിൽ തന്നെയാണ് ഫോറസ്റ്റ് ഇരുള് നമുക്ക് കിട്ടുന്നത്. ഇതും കട്ടില, ജനൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോറസ്റ്റ് ഇരുള് നമ്മൾ ഉപയോഗിക്കുന്നത്. മരങ്ങളുടെ രാജാവ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ നാടൻ വീട്ടി. നമ്മൾ ഫർണിച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജകീയമായ ലുക്ക് തരുന്നതാണ് ശരിക്കും നാടൻ വീട്ടി എന്ന് പറയുന്നത്. നിങ്ങളിത് നോക്കിയാൽ 13 അടി വണ്ണമുള്ള അത്യാവശ്യം നല്ലൊരു സൈസുള്ള വീട്ടിയും ഇവിടെ ഉണ്ട്. ഈ ഒരു ക്രെയിനിൽ കൊണ്ടുവരുന്ന ഈ ഒരു അത്യാവശ്യം വലിയൊരു സൈസുള്ള തടി നിങ്ങൾ കണ്ടോ? ഈ തടി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടൻ പാലുരുപ്പാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ വീടുകൾക്ക് ആവശ്യത്തിനും നമുക്കിത് ഉപയോഗിക്കാം. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും കൂടിയിട്ടാണ്. ആര്യവേപ്പിന് ഇത്രയും സൈസുള്ള മരങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് നോക്കി നമ്മൾ സാധാരണ ആര്യവേപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മരങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ?
എന്നാൽ നല്ല സൈസിലുള്ള തടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞക്കടമ്പ് മരത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയും മരങ്ങളുണ്ട്. അതായത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാതരം മരങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. മഞ്ഞക്കടമ്പ്, അതായത് നമ്മൾ ഫർണിച്ചറിനാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മരത്തിനെ കുറിച്ച് അന്വേഷിക്കണം, നേരെ PMGയിലേക്ക് വന്നു കേട്ടോ. നിങ്ങൾ ഈ കണ്ടിട്ടുള്ള മരങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ വിദേശ മരങ്ങളായിട്ടുള്ള കുഷ്യ, അതേപോലെ തന്നെ പർപ്പിൾ ഹാർട്ട്, ഫോറിൻ ഇരുള്, മർബ, കൊയില, ടാറ്റാപ്പൂ, ഇങ്ങനെയുള്ള നിങ്ങൾ അന്വേഷിക്കുന്ന നാടൻ മരങ്ങളായിക്കോട്ടെ അല്ലെ വിദേശ മരങ്ങളായിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ഒരു വൻ ശേഖരം തന്നെയാണ് ശരിക്കും PMGയിൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നത്. PMGയുടെ മാനേജർ ബാബു ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നമ്മൾ ഒത്തിരി റൗണ്ട് മരങ്ങൾ കണ്ടു, പല വെറൈറ്റി ആയിട്ടുള്ള. ഇങ്ങനെയുള്ള മരങ്ങൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കുക, അല്ല സൈസ് ആയിട്ട് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും ആര് വന്നാലും കസ്റ്റമറുടെ ആവശ്യം എന്താണോ, അവരുടെ സൈസ് എന്താണോ, ഏത് സൈസിലും ഏത് മരത്തിൽ വേണമെങ്കിലും ഞങ്ങളിവിടെ വലിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ അവരുടെ അൺസൈസ് ആണ് എങ്കിൽ അപ്പോൾ മരമെടുത്ത് എന്താണോ അവരുടെ ആവശ്യം അതിനനുസരിച്ചിട്ട് ഏത് വുഡിലും സൈസ് ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള, ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ റൗണ്ട് മരങ്ങൾ പലർക്കും ഇഷ്ടമുണ്ടാവും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈർന്നെടുക്കാനുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക്? ഒരു താമസവും ഇല്ല. കസ്റ്റമർ രാവിലെ ഇവിടെ വന്നാൽ ആ ദിവസം തന്നെ അവർക്ക് വേണ്ട മരം നമ്മൾ ഉരുളമരം ആയാലും സൈസ് ആയാലും എടുത്ത് കട്ട് ചെയ്ത് അന്ന് തന്നെ അവരുടെ സൈറ്റിൽ ഡെലിവറി ഞങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കും. സെയിം ഡേ നിങ്ങൾക്ക് അന്ന് തന്നെ. ഇനി അഥവാ നമ്മളുടെ വർക്കിംഗ് ടൈം തീരുന്നില്ല എങ്കിൽ പോലും ഓവർ ടൈം എടുത്ത് നൈറ്റിലായാലും അന്ന് തന്നെ പണികൾ തീർത്ത് സൈറ്റിൽ എത്തിച്ചു കൊടുത്തിരിക്കും. അത് ശരി, അത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. അതാണ് PMGയുടെ പ്രത്യേകതകൾ. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടില്ല ഈ റൗണ്ട് മരങ്ങൾ അതേപോലെ സൈസ് മരങ്ങൾ മാത്രമാണ്, അല്ലെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളോട് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിന് എന്താണോ ആവശ്യം, അവരുടെ എന്താണോ ചിന്ത, അവരിവിടെ വന്നതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ഫർണിച്ചർ ആവാം, ചിലപ്പം ഡോർ ഫ്രെയിംസ് ആവാം, ഷട്ടേഴ്സ് ആവാം, സ്റ്റെയർ കേസിൻ്റെ വർക്ക് ആവാം, അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റുകളാകാം, ഓഫീസ് ഡിസൈനിങ് ആവാം, അങ്ങനെയുള്ള A to Z വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് നമ്മളിവിടെ CNC വർക്ക് നടക്കുന്നുണ്ട്, വുഡിനെ കെമിക്കൽ ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ബോയിലർ സിസ്റ്റം നമ്മുടെ അടുത്തുണ്ട്. മരത്തിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ചുകൊണ്ട് മരത്തിനെ ഹാർഡാക്കുകയും അതിനെ ലൈഫ് ടൈം വാറന്റിയോടുകൂടി കൊടുക്കാനുള്ള സംവിധാനം, അതിനുള്ള സെറ്റപ്പ് നമ്മുടെ അടുത്തുണ്ട്. ഇതിൽ ലൈഫ് ടൈം വാറന്റി നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ മരത്തിനും നമ്മൾ ലൈഫ് ടൈം വാറന്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിലുപരിയായിട്ട് ഇതൊന്നും കൂടാണ്ട് ഇപ്പം കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്ന കൂടുതലും ആളുകൾ അവർക്ക് പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിസൈനിങ് പല മോഡലിലായിരിക്കും കട്ട്ള ജനലുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം, എത്ര വലുപ്പത്തിലായാലും ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് സൈസ് വേണമെങ്കിലും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലിടുന്ന ഗ്രിൽസ്, പൈപ്പ്, സ്ക്വയർ ഹാർഡുകൾ, അങ്ങനെ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ ഞങ്ങൾ പണിത് ഡെലിവറി ചെയ്ത്, അതായത് കട്ടിള ജനലും കൂടി നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? തീർച്ചയായും കട്ടിള ജനൽ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട ഷട്ടേഴ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രയാണ് PMJ വുഡ്സിന്റെ വിശേഷങ്ങൾ? നല്ല അടിപൊളി കാഴ്ചയിലാണ്ടല്ലേ, എന്തുമാത്രം തടികളാണ് നമ്മളിത് കണ്ടത്. ഇത് മാത്രമല്ല, ഒത്തിരി തടികൾ വലിയൊരു ഏരിയയിൽ തന്നെയാണ് PMGയിൽ ഈ ഓരോ തടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ട്രീറ്റഡ് വുഡ്സ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ വിൻഡോ ഫ്രെയിംസ്, ഡോർ ഫ്രെയിംസ്, ഡോറുകൾ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് മരത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ചെയ്തു തരുന്ന ഒരു കമ്പനിയാണ് PMJ വുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.